ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഹായ് ഫ്രണ്ട്സ്, അപ്പം നമ്മുടെ പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് നമ്മൾ ഇത്ര ദിവസം ചെയ്തുകൊണ്ടിരുന്നത് സ്റ്റോറീസിൻ്റെ ഇതായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് നമുക്കൊന്ന് മാറ്റി പിടിച്ചാലോ, നമുക്ക് ചെറിയൊരു വ്ളോഗ് എടുത്താലോ എന്ന്. അപ്പോൾ ഞങ്ങൾ ചെറിയൊരു നൈറ്റ് ഔട്ടിംഗ് എന്നൊക്കെ പറയുന്ന പോലെ ചെറിയൊരു ഔട്ടിങ്ങിന് പോകാമെന്ന് വിചാരിച്ചു. ഔട്ടിങ്ങിനൊന്നും അല്ലാട്ടോ, ഇവിടെ അടുത്തുള്ളൊരു മോളിൽ പോകാമെന്നാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ അവർക്കൊരു ലീവ് കിട്ടുമ്പോൾ നമുക്കൊന്ന് പുറത്തേക്ക് പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോവാണ്. അപ്പോൾ ഞങ്ങളിവിടെ മോളിൽ കയറി. അതിൻ്റെ മുകളിൽ നമുക്ക് കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ സ്ഥലങ്ങളുണ്ടാവുമല്ലോ, അതിൻ്റെ മുകളിൽ കയറി. അവർ അതിൻ്റെ ഉള്ളിലോട്ട് കൊണ്ട് വിട്ടാൽ മതി. പിന്നെ ഫുൾ അവിടെ എൻജോയ്മെൻ്റാണ്. എന്തിൽ കയറണം, ഏതിൽ കയറണം, എവിടെ കയറണം, അവിടെ കയറണം എന്നൊക്കെ പറഞ്ഞ് ഏട്ടൻ്റെ അനിയത്തിയും കൊണ്ട് ഭയങ്കര ഇതാണ്. ഏട്ടൻ ഇവിടെ റീചാർജ് ചെയ്ത് നിൽക്കണോ. അപ്പോഴേക്കും പാറും കുഞ്ഞും എവിടേക്ക് കയറണമെന്ന് അറിയണില്ല. ഏട്ടൻ റീചാർജ് ചെയ്യുന്നു. അപ്പോഴേക്കും അവരെ കാണാനില്ലല്ലോ, എവിടെ പോയി. അവർ റീചാർജ് ചെയ്യുമ്പോൾ ഓഫേഴ്സാണ് ഇതൊക്കെ കേട്ടോ. അങ്ങനെ റീചാർജ് ചെയ്തു. അപ്പോഴേക്കും നമ്മുടെ പോലീസിൻ്റെ ഒരു കാറുണ്ടല്ലോ, അതിൻ്റെ ഉള്ളിൽ കയറിയിരിക്കുന്നുണ്ട് രണ്ടുപേരും. അവിടെ കളിച്ചുകൊണ്ടിരുന്ന് കുഞ്ഞിനാണെങ്കിൽ ഒരു ഭാഗത്ത് ഇരിക്കാൻ പറ്റില്ല. അപ്പോഴേക്കും വേറെയിലോട്ടായിരിക്കും കണ്ണ്. ഒന്നിലിരിക്കുമ്പോൾ വേറെയിലോട്ടൊക്കെ കണ്ണ്. അതേപോലെ കീ ചെയിൻ വേണം, മിഠായി വേണം പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. കഴിഞ്ഞ വട്ടം ഇതേപോലെ കീ ചെയിൻ കളിച്ചത് ഞങ്ങൾ. അയ്യോ, തിരിച്ച് ഇറങ്ങിയപ്പോൾ നല്ല കരച്ചിലായിരുന്നു പുള്ളിക്കാരൻ. അത് കഴിഞ്ഞ് കൊണ്ടുപോകണു, കളിക്കാൻ പോകണു. നമ്മൾ ബൈക്കിൽ കയറാമെന്ന് വെച്ചിട്ടാണ്. നമ്മൾ ഈ 3D പോലെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അതൊക്കെ വെച്ച് നമുക്ക് ബൈക്കിൽ കയറാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ വട്ടം വന്നപ്പോൾ അത് കേടായിരുന്നു ആ മെഷീൻ. അപ്പോൾ ഇപ്രാവശ്യം നമുക്കത് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അതിൽ കയറുകയാണ്. അപ്പോൾ ഏട്ടൻ അതിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കി. അവൻ കയറിയിരുന്നു കേട്ടോ. അവൻ്റെ ഈ ഇരിക്കൽ മാത്രം ഇപ്പം നിങ്ങൾ കാണുള്ളൂ. കുറച്ച് കഴിഞ്ഞാൽ പറയും, അയ്യോ എനിക്ക് വേണ്ട അച്ഛാ അവർക്ക് ഇറങ്ങണ കാണാം. അങ്ങനെ അതിൽ കയറിയിരുന്നു. അത് വെക്കണം എന്ന് കണ്ടപ്പോൾ അവനൊരു പേടി. അവന് ഒറ്റയ്ക്ക് ഇരിക്കുകയാണെങ്കിൽ ഓക്കെയാണ്. അത് വെക്കണം കണ്ടപ്പോൾ അവനൊരു പേടി. അപ്പോൾ പിന്നെ അത് വയ്ക്കാൻ പറഞ്ഞപ്പോൾ അവനത് വേണ്ടാന്നായി, അവിടെ നിന്ന് ഇറങ്ങാനായി. അതൊരു കംഫർട്ട് കിട്ടുന്നില്ല. അപ്പോഴേക്കും നിങ്ങൾ ഇടയിൽ കൂടെ നോക്കിയേ, ഒരു മഞ്ഞ ഡ്രസ്സ് ഉണ്ടായിരുന്നു, അതിൽ കയറിയിരിക്കുന്നുണ്ട് അവൻ. അത് കഴിഞ്ഞപ്പോൾ ഏട്ടൻ പറഞ്ഞു, എന്തായാലും നമ്മൾ സ്വൈപ്പ് ചെയ്തതല്ലേ, അപ്പം ഞാൻ തന്നെ കയറാമെന്ന് പറഞ്ഞിട്ട് ഏട്ടൻ കയറി. ഏട്ടന് ഇഷ്ടമാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കളിക്കുക. അതേപോലെ ഞാൻ ആദ്യം വെച്ചാൽ ഏട്ടൻ മാത്രമാണോ ഇങ്ങനെ ചെയ്യുന്നത് ചോദിച്ചു. പക്ഷേ ഏട്ടൻ മാത്രമല്ല ഏട്ടാ, എല്ലാവരും ഉണ്ട് അവിടെ. വലിയവരൊന്നും ചെറിയവരൊന്നും ഇല്ല, എല്ലാവർക്കും കയറി കളിക്കാം. എൻ്റെ ഏട്ടത്തപ്പം കളിക്കുകയാണേ. അങ്ങനെ ഏട്ടൻ കയറിയിരുന്നു. കളിക്കാൻ തുടങ്ങുന്നേ ഉള്ളൂ കേട്ടോ. കളിച്ചു വന്നു. ഞാൻ പറഞ്ഞില്ലേ, എല്ലാവരും ഓടിക്കുന്നുണ്ട്. കുട്ടികൾക്ക് മാത്രമൊന്നുമല്ല, എല്ലാവർക്കും നമുക്ക് ഒരു റിലാക്സേഷനാണ്. നമുക്ക് ഇതിലോട്ട് കയറുമ്പോൾ നമുക്ക് നമ്മുടെ മൈൻഡിന് മാറിപ്പോവും. വേറൊരു ലോകത്ത് കയറിയ പോലെ ഇപ്പോൾ അതെടുക്കുക, അല്ലെങ്കിൽ അത് കാണുക, ഇത് കാണുക, അവിടുത്തെ കാര്യങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യുക, അല്ലെങ്കിൽ അതൊക്കെ അവരൊന്ന് കളിച്ച് നോക്കുക. അതൊക്കെ കാണുമ്പോൾ രസമല്ലേ. ഇത് കയറി കഴിഞ്ഞപ്പോൾ അവനും കയറുന്നൊരാഗ്രഹം ഉണ്ടേ. പക്ഷെ അത് ഇനി പറ്റില്ലല്ലോ, പിന്നെ ഇറങ്ങാൻ പറ്റില്ലല്ലോ. ഏട്ടൻ ഇവിടെ ഭയങ്കര കളിയാണ്. അങ്ങോട്ട് പോന്നു ഇങ്ങോട്ട് പോന്നു. അതുകൊണ്ട് അവൻ അവിടെ ചുറ്റിപ്പറ്റി നിൽക്കുന്നുണ്ട്, എങ്ങനെയെങ്കിലും ഇരിക്കാൻ പറ്റുമോ. അച്ഛൻ കയറി കണ്ടപ്പോൾ അവനൊരു ധൈര്യമായി, അവന് കയറുന്നതായി. അങ്ങനെ അത് കഴിഞ്ഞു. അതിൽ നിന്ന് ഇറങ്ങി ഫസ്റ്റ് എത്തിയിട്ടാ. അത് കഴിഞ്ഞതാ അടുത്തത്. നിലാവ് തയ്ച്ചു വിട്ട കോഴിയെ പോലെ കുഞ്ഞുസ് നടക്കുന്നുണ്ടേ. കുഞ്ഞുസിന് എന്താ വെച്ചാൽ സങ്കടമായി, ഇനിയിപ്പോൾ എന്ത് ചെയ്യണം, ഏതിൽ കയറണം എന്നറിയാതെ. അപ്പോൾ അവൾ ഈ കാറിൽ കയറണപ്പോൾ അവൻ പറഞ്ഞു, അയ്യോ എനിക്ക് ആ കാറിൽ കയറാനായിട്ടാ. പക്ഷേ ഇതൊക്കെ കുറച്ച് നേരത്തേക്കേ ഉള്ളൂ. കുറച്ച് നേരം സ്വൈപ്പ് ചെയ്ത് കുറച്ച് നേരം ആ ഇൻട്രസ്റ്റിൽ ഇരിക്കുന്നുള്ളൂ. അത് കഴിഞ്ഞാൽ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി രണ്ടുപേരും. അതിങ്ങനെ ബാക്കി ഓടിക്കണം അച്ഛനായിരിക്കും. എന്നിട്ട് അവൾ കുറച്ച് നേരം ഓടിച്ചു. അത് കഴിഞ്ഞ് അവനെ ഇരുത്താൻ പറഞ്ഞിട്ട് അതിൽ തന്നെ അവനെ ഇരുത്തി കേട്ടോ. കാരണം നമ്മളല്ലേ കുറച്ച് നേരം ഇവർ രണ്ടുപേരും ഇരിക്കലും, അപ്പോൾ അതിനായിട്ട് വെറുതെ കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അങ്ങനെ അവളിപ്പോൾ ഒരു ഹരത്തിലിരിക്കുന്നുണ്ട്. അവൾ ഓടിക്കാൻ പറഞ്ഞാൽ നമ്മളത് ചെയ്യുന്നതിന് മുന്നേ ആ കാറിലിരിക്കുമ്പോൾ അവൾ ആ സാധനം പിടിച്ച് കുറേ അങ്ങോട്ട് തിരിക്കും, ഇങ്ങോട്ട് തിരിക്കും, അങ്ങനെ തിരിക്കും, ഇങ്ങനെ തിരിക്കും. അത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യില്ല. ബാക്കി ഇതാണ്ടോ, ഞാൻ പറയില്ലേ, അച്ഛനാണ് എല്ലാം ചെയ്ത് കൊടുക്കുക. കുട്ടികൾക്ക് അങ്ങനെ തന്നെ ആയിരിക്കും, ഇല്ല എന്നിട്ടല്ല. എന്നാലും ഇനി ഇരിക്കുന്ന മാത്രമേ കാണുള്ളൂ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കഴിഞ്ഞു അവളെ കഴിഞ്ഞു. അത് കഴിഞ്ഞതാ ഏട്ടൻ കയറി ഓടിക്കണു. അപ്പോഴേക്കും ഏട്ടൻ ഇനി ബാക്കിൽ എന്തെങ്കിലും കാണും, അല്ലെങ്കിൽ അതിൽ കയറണമെന്നാവും, ഇതിൽ കയറണമെന്നാവും. ആയിരിക്കലും മാത്രമേ ഉള്ളൂ ചിന്ത മൊത്തം. ഇനി വേറെ എന്ത് ചെയ്യണം, അടുത്തത് ഇതിൽ കയറണം, എന്ത് ചെയ്യണം, എങ്ങോട്ട് ഓടണം, അങ്ങനെയൊക്കെ ഇരിക്കും. പിന്നെ അവനുണ്ടല്ലോ, ഒന്നിൽ കയറിക്കഴിഞ്ഞാൽ അതിൻ്റെ പാർട്സ് ഫുള്ള് അത് ചെയ്ത് നോക്കണം, ഇത് ചെയ്ത് നോക്കണം, അങ്ങനെ ഇരിക്കും. അത് തൊട്ട് കഴിഞ്ഞാൽ എന്തായിരിക്കും, അച്ഛനും മക്കളും കൂടി ഇപ്പോൾ ചോക്ലേറ്റ്. ഇന്ന് രസമാണ് കളിക്കാൻ കാണുമ്പോൾ നമുക്ക് തന്നെ രസം തോന്നില്ലേ.
അത് പിറക്കുക, ആ JCB അത് വെച്ച് നമ്മളത് കോരിയെടുക്കുക, അതിലിടുക, കിട്ടിയ ഭാഗ്യം, ഇല്ലെങ്കിൽ അത് പോയി. ആദ്യത്തെ നമുക്കൊന്നും കിട്ടിയില്ല കേട്ടോ. അത് കഴിഞ്ഞ് അടുത്തത് നമ്മളൊന്നും കൂടി ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ച് നമ്മൾ ട്രൈ ചെയ്യും. ട്രൈ ചെയ്ത് കിട്ടും കേട്ടോ. പക്ഷേ ഇതാ കണ്ട നമ്മളിതാ അതിപ്പോൾ പെറുക്കി കിട്ടി. അതിടുമ്പോൾ നമ്മൾ ഈ അറ്റത്ത് കണ്ട കുറേ എണ്ണം ഇരിക്കുന്നത് നമ്മൾ വിചാരിക്കുക അതൊക്കെ വീഴുന്നു. പക്ഷെ ഒന്നും വീഴില്ല. ഒരെണ്ണം വീഴും. അതിപ്പോൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതാ കുഞ്ഞിച്ച് പോയി പെറുക്കുന്നു, അതെടുക്കുന്നത്. അവന് അതിൻ്റെ ഹരമാണ്. വീണ് കഴിഞ്ഞാൽ എടുക്കാനുള്ള രസം. അച്ഛൻ അതിലേറെയാണ്. അച്ഛൻ പിന്നെയും ഇനി എടുക്കാമെന്നാണ്. അത് പിന്നെ അത് ചെയ്തുകൊണ്ടിരിക്കണു. എടാ ഇപ്പം ഇത് കിട്ടും. അവന് കിട്ടിയത് അവൻ പാറുവിന് കൊടുത്തു. എന്തൊരു സ്നേഹമല്ലേ. മൂന്നാമത്തെ നമുക്കൊന്നും കിട്ടിയില്ല. പക്ഷെ വിട്ടുകൊടുക്കില്ല. ഞങ്ങൾ പിന്നെയും ട്രൈ ചെയ്യും. അടുത്തത് കിട്ടിയേ. നമ്മൾ വിചാരിക്കും നമുക്ക് അതിനുള്ളത് മൊത്തം കിട്ടുമെന്ന് വിചാരിക്കും കേട്ടോ. എവിടെ ഒരെണ്ണം അപ്പോഴും വീണു. അപ്പോൾ ആ തളിപ്പത്ത് നിൽക്കുന്നത് വീഴില്ല. ഇവളിവിടെ എണ്ണ ഇനി എത്ര കിട്ടി. നമ്മൾ അടുത്തതും ട്രൈ ചെയ്തു. നമ്മളൊരു 5-6 വട്ടം ഇതൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതിൽ നമുക്ക് 2 കിട്ടും തോന്നുന്നുണ്ട്. 2 കിട്ടി. അതോടെ ഇത് നിർത്തി നമ്മൾ പോരും കേട്ടോ. ഇത് നിർത്തി. അച്ഛന് പോരാൻ താല്പര്യമില്ല ഏട്ടൻ പിന്നെ അത് നമുക്ക് ട്രൈ ചെയ്യാമെന്നാണ്. ഏട്ടൻ അതൊരു ഹരമാണ്. ഏട്ടൻ ഇതിൽ കയറിയ മൊത്തം ഹരം തന്നെയാണ്. അത് കഴിഞ്ഞ് നമ്മൾ അങ്ങനത്തെ വെള്ളം ചീറ്റിക്കുന്ന മാതിരി ഡൈനോസറോ എന്ന് വന്നു കഴിഞ്ഞാൽ നമ്മളതിൽ വെള്ളം ചീറ്റിക്കുക. അങ്ങനത്തെ ഇതിൽ ഇവളെ ഞാൻ ഇരുത്താൻ പെട്ട പാട് ഗൈസ്. കാരണം ആ മിഠായി വെച്ചിട്ട് കിൻഡർ ജോയ് വെച്ചിട്ട് അവൾ വരികയല്ല. ഞാൻ പറഞ്ഞു ഇവിടെ നമുക്ക് വയ്ക്കാം, അമ്മ പിടിക്കാമെന്ന് പറഞ്ഞു. സമ്മതിച്ചില്ല. ഭയങ്കര കരച്ചിലായിരുന്നു. എന്നിട്ട് ഞാൻ മേടിച്ച് ഇവിടെ അവളുടെ അടുത്ത് തന്നെ വെച്ചു കൊടുത്തു. അച്ഛനിപ്പോൾ അവളെ പിടിച്ചിരുത്തിയില്ല. അപ്പോഴും അവൾ ആ മിഠായി എടുക്കാൻ വരുവാണ്. അവൾ മിഠായി എടുക്കാൻ വന്നു. അത് കഴിഞ്ഞു. നമ്മുടെ കുതിര ആദ്യം വന്നപ്പോൾ അവൻ കുതിരേനെ നോട്ടിട്ടതാണ്. പക്ഷേ അപ്പം ആരുമല്ല ഓടിക്കുന്നത് കണ്ടില്ല. അവൻ ഒറ്റയ്ക്കല്ലേ. അത് മേടിച്ച് അത് കഴിഞ്ഞ് അപ്പോൾ അവൻ ഓടിക്കുന്നു. 2-3 പിള്ളേരെ കിട്ടി. അപ്പോൾ അവൻ സുഖമായി ഇരുന്ന് ഓടിക്കുന്നുണ്ട്. അവനതിൽ അപ്പോഴും ഗുസ്തി ചെയ്യണണ്ട. എങ്ങനെയൊക്കെ ആ കുട്ടി 2 പേര് എത്ര ഡീസൻ്റായിട്ട് ഇരിക്കുന്നു. കഴിഞ്ഞിട്ടുണ്ടോ അതിൽ കിടക്കും. അവൻ നല്ല ഇൻട്രസ്റ്റോടെ ആ കുതിരക്കളി കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ആ കുതിര ഇങ്ങനെ പൊന്നണ മാതിരി അവനും അതേമാതിരി പൊന്തി കളിക്കുകയാണ്. അവൻ്റെ നോട്ടം കണ്ട പിന്നിലോട്ടാണ് നോട്ടം അവൻ്റെ. ഇനി അടുത്തത് എന്ത് ചെയ്യാനുള്ള നോട്ടമാണ് അവനെ. അത് ഓടിച്ച് കഴിഞ്ഞു. പിന്നെ അടുത്തത് ഈ ബോൾ കറക്കി നമുക്കിതിൽ ഏത് ബോളാണോ വീഴുന്നത് അതിൻ്റെ ആ കളറിലൊരു ഐറ്റം വീഴും. അങ്ങനെയാണ്. അപ്പോൾ അത് കറക്കി ഞങ്ങൾക്ക് ഫസ്റ്റ് കിട്ടിയത് ഗ്രീൻ ആണെന്ന് തോന്നുന്നു. ഗ്രീനിൽ ഞങ്ങൾക്ക് കിട്ടിയത് ഒരു ഷാർപ്നറായിരുന്നു. ജിറാഫിൻ്റെ ഷാർപ്നർ. അതോ യെല്ലോ ആണോ കിട്ടിയത്? യെല്ലോ ഇല്ലല്ലോ അല്ലേ, ഗ്രീനാണ് കിട്ടിയത്. അത് കഴിഞ്ഞ് അടുത്തതിൽ നിങ്ങളിരിക്കുക. അതേപോലെ തന്നെ നമ്മൾ 2 വെച്ചിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അതിലിരുന്നപ്പം നമ്മൾക്ക് മാംഗോ ഷേക്ക് കിട്ടി. അതാ നമ്മൾ ആ കുപ്പി കണ്ട അതിൽ മാംഗോ ഷേക്കായിരുന്നു. അതും നമുക്ക് ഗ്രീനാണെന്ന് തോന്നുന്നു കിട്ടിയത്. അതിപ്പോൾ വീഴേ ഏട്ടനത് പറഞ്ഞത് അതാണ് നമുക്ക് കിട്ടുന്നത്. ഗ്രീനാണ് വീണത്, അതാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു അല്ല താഴെയുള്ളതാണ് കിട്ടുന്നത് ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ ഏട്ടൻ പറഞ്ഞു അല്ല നമുക്ക് മുകളിലുള്ളതാണ് കിട്ടുന്നത് പറഞ്ഞാൽ അതെടുത്തു. അത് കഴിഞ്ഞു അച്ഛൻ്റെ കൂടെ അടുത്തതിന് ഓടുകയാണ്. ഇനി ഏതാ അടുത്തത് വേണ്ടത് വെച്ചപ്പോൾ ഇത് വേണമെന്ന് പറഞ്ഞു. ഇതിൽ നമുക്ക് എന്തൊക്കെയോ JCBയോ പിന്നെ ബോള് ചെറിയ കാറ് അങ്ങനത്തെ സംഭവങ്ങളാണ്. അപ്പോൾ അത് ഞങ്ങൾ ട്രൈ ചെയ്തു. ഒന്നും കിട്ടിയില്ല. ഞങ്ങൾക്ക് കഴിഞ്ഞ വട്ടം കിട്ടി. അതൊന്നൊരു ബോൾ കിട്ടി. അത് കണ്ടിട്ടാണ് അവൻ പറഞ്ഞത് അത് വേണമെന്ന് പറഞ്ഞത്. അപ്പോൾ ഏട്ടൻ പറഞ്ഞു ഒന്നും കൂടി ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. പിന്നെ വിചാരിച്ചു എന്തിനാ വെറുതെ കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് നമുക്ക് കിട്ടാൻ പോകണില്ല. നമുക്ക് നമ്മുടെ ലക്കനുസരിച്ച് എപ്പോഴെങ്കിലും അത് കിട്ടുകയുള്ളൂ. അപ്പോൾ നമ്മളത് പിന്നെ വേണ്ട വെച്ചു. പിന്നെയും തിരിച്ചതായി കാറിലോട്ട് തന്നെ വന്നിരുന്നു. അതിൻ്റെ സൗണ്ടും ആ സാധനങ്ങളൊക്കെ കേൾക്കുമ്പോൾ അവന് ഭയങ്കര ഇഷ്ടമാണ് അതൊക്കെ. അപ്പോൾ കുഞ്ഞിനാണെങ്കിലും ഇഷ്ടമാണ്. അത് കഴിഞ്ഞതാ കീച്ചൻ ഞാൻ പറഞ്ഞില്ലേ ഇന്ന് ഞാൻ പറഞ്ഞു എനിക്കൊരു കീച്ചൻ എടുത്തതായിട്ടാണ് പറഞ്ഞപ്പോൾ നോക്കിയതാണ്. നിനക്ക് ഭാഗ്യം എന്നെയും കിട്ടുമെന്ന് പറഞ്ഞ് നോക്കിയതാണ്. ഏട്ടാ അത് ഞെക്കി എൻ്റെ ഭാഗ്യം അടുത്ത് കൂടെ പോയിട്ടില്ല ഗൈസ്, എനിക്കത് കിട്ടിയില്ല. പിന്നെ ഏട്ടൻ പറഞ്ഞു ശരി എന്നാൽ നമുക്ക് വേണ്ട അങ്ങോട്ട് പോരെ പറഞ്ഞിട്ട് ഞങ്ങളുടെ അവിടെ നിന്ന് ഇറങ്ങി. ഇനി അടുത്തത് ഇതിലോട്ട് പോകണമെന്ന് നോക്കിക്കൊണ്ട് ഇരിക്കുവാണ്. അതാ അവിടെ ചെറുത്. അപ്പോൾ നോക്കുമ്പോൾ ഇവൻ ഈ ബൈക്കിൽ കയറാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞില്ലേ അവൻ ആ 3Dയുടെ ആ കണ്ണടയൊക്കെ വെച്ച് ചെയ്യുമ്പോൾ അവന് ഭയങ്കര ഒരു ഇറിറ്റേഷനാണത്, ഒരു കംഫർട്ടില്ലായ്മ. അത് കഴിഞ്ഞ് അവൻ ഒറ്റയ്ക്ക് കയറി ഒറ്റയ്ക്ക് തന്നെ കളിച്ചു. അപ്പോഴും അവൻ ബാക്കിലോട്ടാണ് കണ്ണ്. അച്ഛനും അനിയത്തി എന്താ ചെയ്യണമെന്ന് നോക്കണം പാറും. അപ്പോൾ അവർ ഇതേമാതിരി എന്താ ചെയ്യുന്നത് ഇപ്പം കാണിച്ചറേ എന്താ പിന്നെയും വന്നു ആ മിഠായിയുടെ സ്ഥലത്തേക്ക് തന്നെ. ഏട്ടന് അതൊരു ഇതാണ് എന്താണെന്ന് പറയുക നമ്മൾ ഒരു ഇൻട്രസ്റ്റ് കൂടുതലാണെന്ന് പറയില്ലേ അതുമാതിരി. ഏട്ടനെ എങ്ങനെയെങ്കിലും അത് ഫുള്ളും കിട്ടണം എന്നുള്ള ഇതാണ്. പാറുവിന് ഭയങ്കര ഹാപ്പിയാണ് പാറും. അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഗൈസ്. ഇനി ശരിയാവില്ല അവിടെ നിന്നാണ് പറഞ്ഞ് ഞങ്ങളവിടെ വെറുതെ അവിടെ ഇവിടെയൊക്കെ ഒന്ന് ചുറ്റാം
എന്ന് വിചാരിച്ച് അങ്ങനെ ഇറങ്ങി 4 പുറം നടന്നു. കുഞ്ഞിച്ചിനെ കണ്ടാൽ അപ്പോഴും മേലോട്ടും പിന്നെ എന്താ ഇനി എടുക്കാനില്ല എന്നൊക്കെ ഒരു ഇതാണ്. എന്താ ഇപ്പം അച്ഛനോട് പറയുക, ഇനി അവിടെ നിന്നാൽ ശരിയാവില്ല വിചാരിച്ചു കേസ്. പിന്നെ ഇനി കുറച്ചും കൂടെ അവിടെ നിന്ന് കഴിഞ്ഞാൽ പിന്നെ അത് വേണം ഇത് വേണം എന്നൊരു വാശിയോ. ഇത് കണ്ടോ കേസ്, ഇത് 2 പേര് നിൽക്കണുണ്ടോ. കുഞ്ഞ് കുറച്ചും കൂടി വലുതായെന്ന് പറയാം. ആ ചെറുത് നിൽക്കുന്നത് കണ്ടോ, എൻ്റെ കൈ വിട്ട് അച്ഛൻ്റെ കൈ പിടിച്ച് പോയി നിൽക്കണം. കാരണം ഞാനാണെങ്കിൽ അവളെ എടുത്തിട്ടേ നിർത്തുള്ളൂ, കാരണം എനിക്ക് പേടിയാണ്. ഏട്ടൻ അങ്ങനെയൊന്നുമില്ല, ഏട്ടനത് അവളുടെ ഇഷ്ടത്തിന് വിടും. അത് കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ നമ്മൾ 2 ജീപ്പ് കണ്ടു. ഇത് അവരുടെ സ്ഥിരം കസ്റ്റമറാണ് കേട്ടോ ഇവരെ. അവർ 2 പേരെ ഇരുത്തി, 2 ആൾക്കാരുണ്ടാവാറുള്ളതാണ്. അതുകൊണ്ട് 2 പേരും കയറ്റിയത് ഒരുമിച്ചിട്ട്. അപ്പോൾ ഇവിടെ ഏട്ടൻ ഇന്ന് കളിയാക്കണം അവളെ, അയ്യേ അമ്മൂനെ കൊണ്ടയില്ലേ എന്ന് പറഞ്ഞിട്ട്. എന്താ അവൻ്റെ കഴിഞ്ഞു, അവൻ എന്താ കറങ്ങി ടാറ്റയൊക്കെ പറഞ്ഞ് വരുന്നുണ്ടേ. അവൻ്റെ ഈ റൗണ്ടും കൂടിയേ ഉള്ളൂ, 2 3 റൗണ്ട്, അങ്ങനെ 100 രൂപ, 2 റൗണ്ടേ ഉള്ളൂ. ഇതാ അവൾ കറങ്ങുന്നു. അവൾ എന്നിട്ട് അവിടെ പോയി ഏട്ടനും അച്ഛനും എല്ലാവർക്കും ടാറ്റയും കൊടുക്കുന്നുണ്ട് കേട്ടോ. ടാറ്റ കൊടുത്ത് അവൾ വരുമ്പോൾ അവിടെ ഇരുന്ന് ക്രിക്കറ്റ് കാണണം. ഈ ആൾക്കാർ ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അത് കണ്ടുകൊണ്ടിരിക്കണം അവരവിടെ. അപ്പോൾ അത് അവർക്ക് ഉണ്ടാക്കാം ടാറ്റയൊക്കെ കൊടുക്കുന്നത്. ടാറ്റയും ഉമ്മയൊക്കെ കൊടുക്കും കേട്ടോ. അപ്പോൾ അവനാണെങ്കിൽ അതിൽ എങ്ങനെയും കയറാൻ പറ്റുമോ, ഒന്നും കൂടി കയറാൻ പറ്റുമോ നോക്കാനാണ് അവൻ വരുന്നത്. ഉമ്മ കൊടുക്കുന്നത് എന്താല്ലേ. അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഫുഡ് കഴിക്കാൻ ഒരു റെസ്റ്റോറൻറ്റിൽ വന്നിരുന്നു. ഫുഡ് കഴിക്കുന്നതൊന്നും ഞങ്ങൾ എടുത്തില്ല കേട്ടോ, കാരണം അതെടുക്കാനുള്ള ടൈം കിട്ടിയില്ല. അപ്പോൾ ഔട്ടിങ്ങൊക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിലെത്തി. നമുക്ക് ഇതൊക്കെയാണ് കേട്ടോ കിട്ടിയത്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു വീഡിയോ എടുക്കുന്നത് കൊണ്ട് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിച്ചേക്കണേ. അതുപോലെ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ ബൈ ഓൾ.